നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ആളൂരിലെ പെരുമ്പാമ്പിനെ കറി വെച്ച കേസിൽ ദേവസ്വം എന്നയാളെ വനം വകുപ്പ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭാര്യയുടെ അറിവോടെയാണ് ഈ പെരുമ്പാമ്പിനെ കറി വെച്ചതും. ഇതിൽ ഒന്നാം പ്രതി ഷാജി, അതായത് ഭാര്യ സഹോദരനാണെന്ന് പറയുന്നു. അയാളാണ് ഈ ഇറച്ചി ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ദേവസ്വയുടെ ഭാര്യയോട് പറയുന്നു ഇത് പെരുമ്പാമ്പിൻ്റെ ഇറച്ചിയാണ്. ശരിയെന്നാൽ വിദേശത്തുള്ള മകൾക്ക് കറി വെക്കാനായിട്ട് പെരുമ്പാമ്പിനെ വെട്ടി നുറുക്കി ഒക്കെ കഷ്ണമാക്കി ഇറച്ചിയാക്കി അങ്ങനെയാണ് കൊണ്ട് ഷാജി കൊടുത്തത്. പോത്തിറച്ചിയാണ്, പിന്നെ പോർക്കിറച്ചിയാന്ന് പറയുന്നു. എന്തായാലും കേസെടുത്ത വനം വകുപ്പ് പെട്ടു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വക്കുട്ടി വനം വകുപ്പിനെ സമീപിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യനെ നിന്ന് രക്ഷിക്കണം, പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെ ദേവസ്വക്കുട്ടി രണ്ടാം പ്രതിയായി കസ്റ്റഡിയിലിരിക്കെ ഭാര്യ ആണ് പണം കൊടുത്ത് ഈ കേസ് ഒഴിവാക്കിയത്. അങ്ങനെ ഇത് വനം വകുപ്പ് ഇങ്ങനെ പൈസ വാങ്ങി എന്നുള്ള ഒരു നല്ലൊരു സംഖ്യ തന്നെ വാങ്ങി. അതിപ്പം വനം വകുപ്പിനെ വളരെ അടിയായിരിക്കുകയാണ്. അത് വനം വകുപ്പിൻ്റെ തന്നെ അവരെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്ന ഒരു ജോലിയാണ് ഇപ്പോഴും. എന്തായാലും നമുക്ക് ഈ ദേവസ്വം പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ സ്നേഹം ഞാൻ പെങ്ങൾക്ക് പണി കൊടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പെങ്ങൾക്ക് പണി കൊടുത്തു, പെങ്ങള് ഞാൻ രക്ഷപ്പെട്ടാണെന്നു ഞാൻ കുടുങ്ങിയോളാം. അവരുടെ പേരിലല്ല ആദ്യം കേസ് എടുത്തായിരുന്നേ. അതെ, ഈ പെങ്ങളുടെ ഭാര്യയുടെ ആങ്ങളുടെ മോൻ. അല്ല, വീട്ടില് വേറെ സ്ത്രീകളുണ്ടായിരുന്നു. മേരിയോ? അത് മേരി, എന്റെ ഭാര്യ. ഭാര്യനെ സാർമാരോട് പറഞ്ഞ് ക്ലിയർ ചെയ്ത് ഒഴിവാക്കി. ഞാനത് ഏറ്റെടുത്തു. ഒരു കാശ് വല്ലതും വാങ്ങിച്ചായിരുന്നോ? കാശ് പോയിട്ടെന്ന് തോന്നണേ. ഞാൻ 3 ലക്ഷം രൂപ കൊടുത്തു. അതാണ് ഞാൻ ന്യൂസ് കേട്ടത്. അതപ്പോ ആരോ കൊടുത്തേ? ചോദിച്ചു. ഭാര്യ കൊടുത്തു. ഞാൻ പോർക്കിറച്ചിയെന്ന് അപ്പച്ചനോടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് പോർക്കിറച്ചിയാണ്. പൊലമാമ്പിറച്ചിയാന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനെ അറിയില്ല, പോർക്കിറച്ചിയെന്ന് ഞാൻ പറഞ്ഞു. അവരെ വിളിക്കും. എസ് ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അല്പം നാടകീയത തോന്നുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? മലമ്പാമ്പിനെയൊക്കെ കറിവെച്ചു, അതും മകൾക്ക് നൽകാൻ എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ള ആളുകൾ? മലമ്പാമ്പാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകണം. പിന്നീട് സംഭവിച്ചത് ഈ കേസ് ഒഴിവാക്കാൻ കൈക്കൂലി എന്നുള്ളതാണ്. അതിൽ വനം വകുപ്പ് പ്രതിക്കൂട്ടിലാവുകയാണോ? വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാവുകയാണ് ഇവിടെ. കാരണം ഈ കേസ് നടക്കുന്നത് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലാണ്, പരിയാരം റേഞ്ചിന് കീഴിലാണ്. ഈ ഒരു സമയത്ത്, അതായത് മെയ് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആളൂർ സ്വദേശിയായ ദേവസ്വയുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും ഇത്തരത്തിൽ മലമ്പാമ്പിന്റെ ഇറച്ചി കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് രഹസ്യ വിവരം ലഭിച്ചു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇറച്ചി കണ്ടെത്തുന്നത്. ഇറച്ചി കണ്ടെത്തുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനുശേഷം എടുത്ത വീഡിയോയാണ് ആ മേരിയുടേതായി ഉള്ളത്. അതായത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് മലമ്പാമ്പിന്റെ ഇറച്ചി കൊണ്ടുവന്നത് തന്റെ ബന്ധുവായ ജോബിയാണ് എന്ന് പറയുന്നുണ്ട്. ആ ജോബി കൊണ്ടുവരുന്ന സമയത്ത് അത് മലമ്പാമ്പിന്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മറ്റാരോടും താനത് പറഞ്ഞില്ല, പ്രത്യേകിച്ച് ദേവസ്വയോട് അത് കണ്ടല്ലോ. അപ്പോൾ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം. ഒന്നാം പ്രതി ഷാജി അല്ല, ജോബി. രണ്ടാം പ്രതി നിങ്ങളുടെ ഭാര്യ. അവർ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നു. വിദേശത്തുള്ള മകൾക്കാണ് മലമ്പാമ്പിനെ കറി വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വിദേശത്തുള്ള അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണോ ഇനി കൊറിയർ അയക്കുകയാണോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും പണി പാളിയത് തന്നെ. ഇപ്പോൾ വനം വകുപ്പും അകത്തായി. ഇപ്പോൾ വനം വകുപ്പിന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പേര് കേസെടുത്താൽ മതിയായിരുന്നു. ഈ വേണ്ടാത്ത കൊല്ലാപ്പിനും പോകേണ്ടിരുന്നില്ല. കാശ് വാങ്ങിയത് പറഞ്ഞു, കൈക്കൂലി വാങ്ങിയത് പറഞ്ഞു. അത് 3 ലക്ഷം രൂപ അങ്ങനെ എന്തൊരു കണക്കാന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ പെട്ടത് തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ സൂക്ഷിക്കുക. അതും പെരുമ്പാമ്പിൻ്റെ ഇറച്ചിയും പോർക്കിൻ്റെ ഇറച്ചിയും കണ്ടാൽ അറിയുന്നവർക്കറിയും. ഭാര്യ ദേവത്തോട് പറയുന്നത് പോർക്കിൻ്റെ ഇറച്ചിയാണ്.
പക്ഷേ ഭാര്യയോട് ഷാജി പറയുന്നു ഇത് പെരുമ്പാമ്പിൻ്റെ ഇറച്ചിയാണെന്നുള്ളത്. എന്തായാലും അത് ഇപ്പോൾ പൊല്ലാപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ദേവസ്ഥനെ വനം വകുപ്പ് പിടിച്ചു. വനം വകുപ്പ് പിടിച്ചപ്പം കാശ് എത്ര വേണമെങ്കിലും തരാം, കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞപ്പോൾ വനം വകുപ്പിന് ഇപ്പോൾ കേസ് വന്നു. അങ്ങനെ വരുവേ. ഈ ഒരുപാട് വനം വകുപ്പായാലും പോലീസായാലും അല്ല ഏത് വിജിലൻസ് ആയാലും നമ്മളെ അധികം മോഹങ്ങൾ കാശുകൾ ഒന്നും പിന്നെ ആഗ്രഹിക്കരുത്. കാരണം ഇവർ വാങ്ങുന്നത് കൈക്കൂലിയാണെന്നുള്ളത് ഇവർക്ക്. കാരണം ഇവർക്ക് ശമ്പളമല്ലല്ലോ, ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. പിന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് കേസ് ഒഴിവാക്കാനായിട്ട് ഒരാളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുമ്പം അത് കൈക്കൂലി തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ പെട്ടതാണ്. അപ്പോൾ ഇനി മേലാൽ ഇതുപോലുള്ള ഈ പരിപാടികളൊന്നും ആവർത്തിക്കായിരിക്കാം. നമ്മുടെ നാട്ടിൽ എത്രങ്ങനെ ഇറച്ചികളുണ്ട്. പോത്തിറച്ചിയുണ്ട്, പോർക്കിറച്ചിയുണ്ട്, പിന്നെ പന്നിയിറച്ചിയുണ്ട്, ചിക്കൻ ഇറച്ചിയുണ്ട്, ബീഫുണ്ട്. പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? എന്തായാലും 3 ലക്ഷം ദേവസ്വയുടെ പോവുകയും ചെയ്തു, വനം വകുപ്പ് വിടുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം. തൃശ്ശൂർ ആളൂർ സ്വദേശിയാണ് ഈ ദേവസ്വി. പാളൂരിൽ നിന്നാവും സംഭവം. കൊന്നക്കുഴി പിന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കീഴിലാണ് ഈ റേഞ്ച് വരുന്നത്, ഈ സ്ഥലം വരുന്നത്. അവിടെ വെച്ചാണ് ഈ പെരുമ്പാമ്പിനെ കൊന്നതും പിടിച്ചു കൊന്നതൊക്കെ. ഇത് തോന്നുന്നു കഷ്ണങ്ങളാക്കി പീസാക്കി ഇറച്ചിയാക്കി. പിന്നെ ഇപ്പം നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ തിന്നുന്നത് എന്താ ഇറച്ചിയെന്ന് പറയാൻ പറ്റില്ല. ചിലർ പട്ടി ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് ബീഫാണ് പോത്താണെന്നും പറഞ്ഞിട്ട് ആവും ചിലപ്പോൾ കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ പോത്തിനെ കൊല്ലുന്നത് നോക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും ഈ ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ കണ്ടുപിടിച്ച് ഇതിന് വേണ്ട നടപടികൾ എടുക്കണം. എന്തായാലും അതിമോഹം ആവത്താണ് മക്കളെ. അത് ഏത് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിയെന്നാ, ഓക്കെ, ബൈ.